അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അറ്റുപോകുന്ന സാമൂഹ്യ ബന്ധങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഏതാനും വാക്കുകൾ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ അവന് വളരെ പ്രയാസകരമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആളുകളുടെ സഹായം അവന് ആവശ്യമാണ്. പിറന്ന് വീഴുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അവൻ പാല് കുടിക്കുന്നത്. ഓരോ ദിവസങ്ങളും വളർന്നു വന്ന് ഒരു പൂർണ്ണ വളർച്ചയിൽ 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുന്നത് വരെ പരസഹായമില്ലാതെ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ ആ കുഞ്ഞിന് സാധ്യമല്ല. അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മേൽനോട്ടവും സമൂഹത്തിൻ്റെ ആശീർവാദവും സമൂഹത്തിൻ്റെ കാരുണ്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വളർന്ന് വലുതായി ഒരു തൻ്റെ ഇടം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ വളർന്നു വന്ന സമൂഹത്തെ അവന് മറക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതേറ്റവും പ്രധാനമായി തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങുന്നു. അള്ളാഹുവിനോടുള്ള അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അതിപ്രധാനപ്പെട്ട ഏകദൈവ വിശ്വാസം കഴിഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്നും അവരോട് അനാവശ്യമായ വാക്കുപോലും സംസാരിക്കാൻ പാടില്ല എന്നുമൊക്കെ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്രായിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഫഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ വകിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു മനുഷ്യന് ഏറ്റവും വലിയ കടപ്പാടുള്ള 2 വ്യക്തികളാണ് അവൻ്റെ മാതാപിതാക്കൾ. കാരണം അവന് സമൂഹവുമായി ബന്ധപ്പെടുന്നതിൻ്റെ കണ്ണി പിതാവും മാതാവുമാണ്. കാരണം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണവർ. ഒരു കുടുംബമെന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, അമ്മാവന്മാർ, അമ്മായിമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ടാണ് അവൻ ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധങ്ങൾ പരിരക്ഷിക്കുന്നതും അത് പരിപാലിക്കുന്നതും അവന് സമൂഹത്തിൽ ആസ്തിക്യം നേടിക്കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി, അതായത് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ്റെ അയൽവാസി മോചിതനായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസിയോടുള്ള കടപ്പാടുകളും കടമകളെയും കുറിച്ച് പ്രവാചകനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്ന് മാത്രമല്ല, ആ ഉപദേശത്തിൻ്റെ കാഠിന്യവും ഗൗരവവും പ്രാധാന്യവും കൊണ്ട് അയൽവാസിക്ക് തൻ്റെ സ്വത്തിൽ അനന്തരാവകാശമുണ്ടാകുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് ഒലച്ചിൽ തട്ടുന്ന പല രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് പരദൂഷണം, അതുപോലെ തന്നെ കോപത്തോടുകൂടി സംസാരിക്കൽ, ബഹുമാനമില്ലാത്ത രൂപത്തിൽ പെരുമാറൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പിന്നെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആലോചിക്കുകയും ആ ഊഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുക. അപ്പോഴൊക്കെ ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങൾ അത് ദുർബലപ്പെട്ടു പോവുകയാണ് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഊഹത്തെ വെടിയുക. കാരണം അധിക ഊഹങ്ങളും പാപങ്ങളിൽ ചെന്ന് ചേരുന്നതാണ്. കാരണം ഒരു മനുഷ്യന് വ്യക്തിയെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ അനാവശ്യമായ ധാരണകൾ വെച്ച് പുലർത്തുകയും ആ ധാരണകൾക്ക് സത്യവുമായി പലപ്പോഴും യാതൊരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുക. എന്നാൽ അതിനനുസരിച്ച് പെരുമാറുമ്പോൾ അവർക്കിടയിൽ അകൽച്ചകളുണ്ടാകും. അതേപ്രകാരം തന്നെ നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത് എന്ന് ഖുർആൻ പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ഒരു സഹോദരൻ്റെ മാംസം തിന്നുന്നതിനോടാണ് പരദൂഷണത്തെ അവിടെ വിശുദ്ധ ഖുർആൻ ഉപമിച്ചിട്ടുള്ളത്. ഒരാളും ചെയ്യാത്ത കാര്യമാണ് മരിച്ച സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുക എന്നത്. അതിനേക്കാൾ നീചമായ ഒരു ഏർപ്പാടാണ് തൻ്റെ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളെക്കുറിച്ച് അവർ ചെയ്തിട്ടില്ലാത്തതോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാത്തതോ ആയ കാര്യങ്ങൾ അവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുക, മറ്റുള്ളവരോടവരെക്കുറിച്ച് സംസാരിക്കുക. ഇത് വളരെ വെറുക്കപ്പെട്ട ഒരു സാമൂഹ്യ വിനയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ 2 ഖബറുകളെ കണ്ട് നബി പറഞ്ഞു, ഹാദാനി യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ബി കബീർ. ഈ ഖബറിൽ കിടക്കുന്ന 2 പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവർ വലിയ കുറ്റം, നിങ്ങൾ വിചാരിക്കുന്ന വലിയ കുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. അതിലൊരാൾ മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായി ശുദ്ധീകരിക്കാറില്ല. അതാണ് ഒരാളുടെ പാപം. രണ്ടാമത്തെ ആൾ സാഹിബുൻ നമീമത്ത് പറയുന്ന ആളാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഇത് നിങ്ങൾക്കറിയാം, 2 വ്യക്തികൾ തമ്മിൽ തെറ്റിക്കാൻ, 2 കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ, 2 സമൂഹങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ എപ്പോഴും ഒരു വ്യക്തി വിചാരിച്ചാൽ സാധിക്കും. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് ഉണ്ടാക്കി പറയുകയും എന്നിട്ട് അത് കുറേ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അയാൾ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നമുണ്ടാകും. ആ വ്യക്തി ഉൾപ്പെട്ട സമൂഹവും ഈ ഗീബത്ത് പറയുന്ന വ്യക്തി ഉൾപ്പെട്ട സമൂഹവും തമ്മിൽ അത് അകൽച്ച ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച എന്ന് പറയുന്നത്, മാപ്പ് കൊടുക്കൽ എന്ന് പറയുന്നത്, അത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. പരസ്പര ബന്ധങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം എന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ വളരെ ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ടതാണ് അബ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. തൻ്റെ സഹോദരനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്യുക. കാരണം അത് സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു വലിയ അടയാളമാണ്. നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് സലാം പറയുന്ന ആ വാക്കിൽ കുടികൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ മര്യാദ ഇസ്ലാം നിശ്ചയിച്ചത് പരസ്പര ബന്ധങ്ങൾ നന്നാക്കാനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തികമായ അങ്ങേറ്റത്തെ അത്യാർത്തി, അതായത് ധാരാളം പണം കിട്ടണമെന്നും അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന അതിൻ്റെ സോഴ്സ് ഹലാലോ ഹറാമോ എന്നൊന്നും പരിശോധിക്കാതെ അത് സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അത്തരം സമ്പാദ്യങ്ങളിലൂടെ, അത്തരം വിനിമയങ്ങളിലൂടെ യഥാർത്ഥ സമൂഹത്തിൽ അവന് ഒരു നല്ല പേരല്ല ഉണ്ടാവുക. പലിശ ഇസ്ലാം വളരെയധികം വിരോധിച്ച കാര്യമാണ്. കാരണം ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതാണ് പലിശ. അവരുടെ താൽക്കാലികമായ സാമ്പത്തിക പ്രയാസങ്ങളെ ചൂഷണം ചെയ്ത് അവരെ സഹായിക്കുന്നു. എന്നാൽ കൊടുത്ത പണം അതിനേക്കാൾ 25% 30% കൂട്ടി തിരിച്ചു തരണം എന്ന നിബന്ധന വെക്കുന്നു. ഇങ്ങനെ ഒരുത്തൻ്റെ വിഷമത്തെയും അവൻ്റെ പ്രയാസങ്ങളെയും ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവനിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടായതുകൊണ്ടാണ് പലിശ ഇസ്ലാം വളരെയധികം വിരോധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു പ്രയാസമുള്ളവന് നിൻ്റെ സഹോദരൻ്റെ ഒരു ക്ലേശം അത് പരിഹരിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചാൽ പരലോകത്ത് നിൻ്റെ ഒരു ക്ലേശം അള്ളാഹു അതുകൊണ്ട് പരിഹരിച്ചു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിലെ വ്യക്തികളുടെ പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം സ്വാർത്ഥത കൈമുതലാവുകയും പിശുക്ക്, ഒമൻ യൂക ഷുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അതായത് പിശുക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുസ്വഭാവമാണ്. അത് തീരെ പാടില്ല. പിശുക്കന്മാർ അവരെയും സഹായിക്കുന്നില്ല, സമൂഹത്തെയും സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് പിശുക്കിനെ ഇസ്ലാം ശക്തമായി വിമർശിച്ചിട്ടുള്ളത്. ഉദാരമതികളാവുക, ഉള്ളതിനേക്കാൾ
അത് തൻ്റെ ആവശ്യങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. യുസിറൂന അല അംഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ സഹാബത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. തനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം, അത് വളരെ അത്യാവശ്യമാണ് തനിക്ക് കിട്ടൽ, ഞാൻ അതിലേക്ക് വളരെ ആവശ്യമുള്ളവനാണ്, എന്നിട്ട് പോലും അതെനിക്ക് വേണ്ട, അത് മറ്റുള്ളവന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തന്നിൻ്റെ അവകാശം പോലും ഒഴിഞ്ഞു കൊടുക്കുന്ന ആ നല്ല പ്രവണതയെ ഖുർആൻ എടുത്ത് വളരെയധികം അനുമോദിച്ച് പറയുകയാണ്, പ്രശംസിച്ച് പറയുകയാണ്. അപ്പോൾ സ്വാർത്ഥന്മാരായ ആളുകൾ എന്താണ്, തനിക്ക് ആവശ്യമുള്ളത് കിട്ടിയാലും അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യപുത്രന് ഒരു താഴ്വര കിട്ടിയാൽ അടുത്ത ഒരു താഴ്വര കൂടി കിട്ടണം എന്നവൻ ആഗ്രഹിക്കും. അതാണ് മനുഷ്യൻ. ലാ യംലഉ ജൗഫു ബിനി ആദമ ഇല്ല തുറാബ്, മനുഷ്യൻ്റെ വയറ് മണ്ണ് കൊണ്ട് നിറച്ചാലേ നിറയുകയുള്ളൂ. എന്നാൽ എത്ര കിട്ടിയാലും അവന് തികയില്ല. വലിയ സ്വാർത്ഥതയും സ്വന്തമായ താല്പര്യങ്ങളും ഇതൊക്കെയാണ് മനുഷ്യൻ വെച്ച് പുലർത്തുന്നത്. ഇത് സാമൂഹിക ബന്ധങ്ങൾക്ക് വളരെ വിനയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ വീട്ടിൽ ആഹാരമുണ്ടാക്കുമ്പോൾ, കറി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളം കൂട്ടി വെച്ച് നിൻ്റെ അയൽപക്കത്തുള്ളവനും കൂടി അത് പകർന്ന് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ബാധ്യത നമ്മളെ ഓർമ്മപ്പെടുത്താനാണ്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ഒരു സമൂഹം ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്കിടയിൽ നിലനിൽക്കേണ്ട സൗഹാർദ്ദവും സ്നേഹാന്തരീക്ഷവും വളരെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ വഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. തീർച്ചയായും വിശ്വാസികൾ സഹോദരന്മാരാണ്. എന്താണ് സാഹോദര്യത്തിൻ്റെ പ്രത്യേകത? ഒരു സഹോദരൻ ഒരിക്കലും മറ്റൊരു സഹോദരനെ ചതിക്കുകയില്ല. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ശത്രുത വെച്ച് പുലർത്തുകയില്ല. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ആപത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കുകയില്ല. നേരെ മറിച്ച് തൻ്റെ എല്ലാ നന്മകളും സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ തൻ്റെ സഹോദരനും അത് കിട്ടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധൻ പറഞ്ഞത് എന്ത്? ആ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കാൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ വഅസ്ലിഹു ബൈന അഖവൈക്കും. രണ്ടുപേര് തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ, അവർ പരസ്പരം മിണ്ടാതെ കുറേ കാലം ശത്രുതയോട് കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവർക്കുള്ളിൽ രജ്ഞിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കണം. ആ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി, രണ്ടുപേരും തെറ്റിദ്ധരിച്ചതാണ്, പ്രത്യേകിച്ച് നിങ്ങൾ തെറ്റി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല, നിങ്ങൾ വളരെയധികം നല്ല ആളുകളാണ്. ആ സന്ദർഭത്തിലൊക്കെ രണ്ടുപേർക്കിടയിൽ സുൽഹുണ്ടാക്കുവാൻ പരിശ്രമിക്കുന്ന ആളുകൾ വലിയൊരു സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്നതിന് പുറമേ അങ്ങനെ ഒരു സുൽഹുണ്ടാക്കുന്ന വിഷമത്തിൽ നിരുപദ്രവകരമായ തരത്തിലുള്ള ചില കളവുകളൊക്കെ പറയാം എന്ന് അനുവാദമുണ്ട്. അഥവാ തന്നോട് തെറ്റി നിൽക്കുന്ന സഹോദരൻ തന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ധരിപ്പിക്കുകയും അവർക്കിടയിൽ പരസ്പരം അടുപ്പമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില സൂത്രങ്ങൾ ആ വിഷയത്തിൽ ഉപയോഗിക്കുന്നത് മസ്ലഹത്തിന് വേണ്ടി അതിന് കുറ്റകരമല്ല എന്ന് പോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് തൻ്റെ ആഹാരം, തൻ്റെ വസ്ത്രം, തൻ്റെ ജീവിത സൗകര്യങ്ങൾ ഇതെല്ലാം മറ്റുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. വേറെ ആളുകൾ, സമൂഹത്തിലെ മറ്റ് വ്യക്തികൾ അധ്വാനിച്ചതുകൊണ്ടാണ് നാം വസ്ത്രമെടുക്കുന്നത്. മറ്റ് വ്യക്തികൾ അധ്വാനിച്ചതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. മറ്റ് വ്യക്തികൾ അധ്വാനിച്ചതുകൊണ്ടാണ് നമ്മൾ ചെരുപ്പ് ധരിക്കുന്നത്. ഇങ്ങനെ ഓരോ നമ്മുടെ ആവശ്യങ്ങളും മറ്റുള്ളവരാൽ നമുക്ക് സഹകരണം കിട്ടിയതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സാമൂഹിക ബന്ധങ്ങൾ ഊഷ്മളമായി കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം. സലാം പ്രചരിപ്പിക്കണം. സുർഹിബൻ തസ്ദദു ഹുബ്ബൻ, എപ്പോഴും നിൻ്റെ കൂട്ടുകാരെയും ബന്ധപ്പെട്ടവരെയും സന്ദർശിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം സ്നേഹം വർദ്ധിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.